നമ്മളുടെ ബന്ധങ്ങളിൽ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ചില തെറ്റായ സ്ട്രാറ്റജീസിനെ പറ്റി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം എന്ന് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ സംസാരിക്കുമെന്ന്. ആ വീഡിയോ ആണിത്. ഒരു വാക്കുതർക്കം ഉണ്ടാവണമെങ്കിൽ രണ്ടുപേര് തമ്മിൽ ഷെയർ ചെയ്യുന്ന കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാവണം. ആ വ്യത്യാസം രണ്ടുപേർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് അവിടെ വഴക്കിലേക്ക് അത് തിരിയുന്നത്. ഇനി ഇതിനെ എങ്ങനെ പ്രോപ്പറായി മാനേജ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസം രണ്ടുപേർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തിരിച്ചറിയുന്ന മൊമെൻറ്റിൽ രണ്ടുപേരും ഒരു ഇടവേള എടുക്കുക. രണ്ടുപേരും മാറിയിരുന്നിട്ട് ഒന്ന് പ്രോപ്പറായിട്ട് ചിന്തിക്കുക. ആര് പറയുന്ന കാഴ്ചപ്പാടിലാണ് കൂടുതൽ ഗുണങ്ങളുള്ളത്, ആര് പറയുന്ന കാഴ്ചപ്പാടിൽ കൂടുതൽ ദോഷങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരിക, അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പ്രോപ്പറായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഇതെല്ലാം അനലൈസ് ചെയ്ത് രണ്ടുപേരും ഒന്ന് കൂൾ ഡൗൺ ആയതിനു ശേഷം എല്ലാ ഡിഫൻസസും മാറ്റിവെച്ച് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുക. രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകളിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതിലെന്തൊക്കെയാണ് അതിൻ്റെ വരുംവരായികകളും ഒക്കെ ഇരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. റാദർ ദാൻ വഴക്കിട്ട് ബഹളം വെച്ച് രണ്ടുപേര് തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും അക്സെപ്റ്റൻസും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ കളയുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഒരു പ്രശ്നത്തിനെ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി അങ്ങോട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.